ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം. കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുമോ? അതോ ഇത് വലിയൊരു പാപമാണോ? ഈ വീഡിയോ കേൾക്കുന്ന പലരും ഒരു പ്രാവശ്യമെങ്കിലും കിടന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവരായിരിക്കാം. എന്നാൽ നാം പ്രാർത്ഥിച്ചത് ദൈവം കേട്ടോ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് നമ്മൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കാൻ പോകുകയാണ്. ബൈബിൾ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കാനാണ് പറയുന്നത് എന്ന് കരുതി ഒരിക്കലും കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരു പാപമല്ല. നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല എങ്കിൽ, ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും ദൈവം അത് കേൾക്കും. നമുക്ക് ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിയാത്ത സമയങ്ങളിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നു. നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് അത് വിനയത്തിന്റെ ചിഹ്നമാണ്. മുട്ടുകുത്തുന്നതിനെ ബൈബിളിൽ വിനയത്തെയും താഴ്മയെയും സൂചിപ്പിക്കുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ദാനിയേൽ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവൻ ഭീഷണിയുടെ നടുവിലായിരുന്നു. സിംഹക്കുഴി മുൻപിൽ കണ്ടിട്ടും അവൻ പതറിയില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. പൗലോസ് മൂപ്പന്മാരോടൊപ്പം മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായി കാണുന്നു. ഇവിടെയെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നത് ദൈവത്തോടുള്ള അച്ചടക്കവും ആദരവും അതുപോലെ തന്നെ താഴ്ത്തുന്ന സമർപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ഇത് ആശ്രയത്തിന്റെ മനോഭാവമാണ്. 1 തീമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത് പുരുഷന്മാർ തന്റെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ എന്ന്. കൈകൾ ഉയർത്തുന്നത് സഹായം അഭ്യർത്ഥിക്കുന്നത് പോലെയാണ്. ദൈവത്തോട് കൈകൾ ഉയർത്തി, ദൈവമേ, എനിക്ക് ഈ ആവശ്യങ്ങൾ നടപ്പാക്കി തരണമേ, എൻ്റെ ഈ സാഹചര്യങ്ങൾ മാറ്റിത്തരണമേ, എൻ്റെ ഈ വെല്ലുവിളികൾ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായും ദൈവം അത് നമുക്ക് ചെയ്തു തരും. നാം ഓരോ പ്രാർത്ഥനയും അതിൻ്റെ ഗുണങ്ങളും മനസ്സിലാക്കുക. അതിലൂടെയാണ് നമുക്ക് ഓരോ പ്രാർത്ഥനയുടെയും ശക്തി, അതിൻ്റെതായ ഉപയോഗം മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ 3-ാമതായി നിലത്ത് വീണുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. നമുക്ക് കർത്താവല്ലാതെ വേറെ ആരും ആശ്രയമില്ല എന്നുള്ള പ്രാർത്ഥന മത്തായി 26:39 പറയുന്നു. യേശുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തു മുഖം നിലത്ത് മുട്ടുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് വേദനയും സങ്കടങ്ങളും പോരാട്ടങ്ങളും ഉള്ള സമയത്തും പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ളതാണ് എന്നാണ്. നിന്റെ വേദനകളിലും സങ്കടങ്ങളിലും പോരാട്ടങ്ങളിലും വെല്ലുവിളികളിലും നീ അതൊക്കെ മറന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നിന്നോട് അലിവ് തോന്നും. ഇത്രയും വേദനകൾ നിനക്കുണ്ടായിട്ടും നീ ദൈവത്തെ സ്തുതിക്കാൻ മറന്നില്ല, നീ പ്രാർത്ഥിക്കാൻ മറന്നില്ല. അത് ദൈവത്തിന് നിന്നോടുള്ള ഇഷ്ടത്തെ കൂട്ടും. അതുപോലെ തന്നെ 5-ാമതായി നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന. മാർക്കോസ് 11:25 പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും ഒരു ബഹുമാന സൂചകമായ പ്രാർത്ഥനയാണ്. ഒരു അംഗീകരിച്ച ആത്മീയ പ്രാർത്ഥനയുടെ ഭാഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരു തെറ്റല്ല, ഒരു പാപമല്ല. നാം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷവും നാം ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നാം കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് കരുതി അത് ദൈവം കേൾക്കാതെ ഇരിക്കുന്നില്ല. ദൈവം നിന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത് എന്ന് കരുതി എപ്പോഴും കിടന്നുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കരുത്. നിന്റെ അലസത കാരണമോ നിന്റെ മടി കാരണമോ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കരുത്. കിടന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിലൂടെ നിങ്ങൾ മടിയന്മാരായി മാറരുത്. അല്ലാതെ നീ ഏത് കുഴിയിലായിരുന്നാലും, നീ ഏത് സാഹചര്യത്തിലായിരുന്നാലും
ഏത് ബുദ്ധിമുട്ടിലായിരുന്നാലും, നിന്റെ ഏത് പ്രതിസന്ധിയിലായിരുന്നാലും നീ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതത്തിൽ തന്നെ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. നിന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. നിന്റെ പ്രാർത്ഥന അവിടത്തേക്ക് മാത്രമേ എത്തുകയുള്ളൂ. ദൈവം നിന്റെ ശരീരഭാവത്തെയല്ല നോക്കുന്നത്, നിന്റെ ഹൃദയത്തെയാണ്. നീ ആത്മാർത്ഥമായി ഏത് സാഹചര്യത്തിലായിരുന്നാലും നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം അത് കേൾക്കും. 34-ാം സങ്കീർത്തനം 18-ാം വാക്യം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതുകൊണ്ട് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് സ്വതമേ പാപമല്ല. പക്ഷേ അത് അലസത കൂടെ ആകരുത്. മടിയിലൂടെയോ അലസതയിലൂടെയോ ആണ് നീ കിടന്ന് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നിന്റെ ആത്മീയ വളർച്ചയെ അത് തടയും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന സകലരും താഴെ കമന്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. നിങ്ങളുടെ ഈ ചെറിയ വരികൾ ദൈവത്തിന് മുൻപിലെ നിന്റെ വലിയ നന്മകൾക്ക് പ്രകാശമായി മാറട്ടെ. അതുകൊണ്ട് പ്രാർത്ഥനയാണ് നിന്റെ ജീവിതത്തിൽ വലുതായി വേണ്ടത്. ആത്മാർത്ഥമായ പ്രാർത്ഥന, ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തോട് സഹായം ചോദിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട്, ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഓരോ നിമിഷവും നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം നിന്നെയും നിന്റെ മക്കളെയും നിന്റെ ഭവനത്തെയും അവിടുന്ന് കാത്ത് പരിപാലിക്കും. ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് കാത്ത് പരിപാലിച്ച് വഴി നടത്തി കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ.